ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സിംഗം സിനിമാ സീരീസിന് ശേഷം തമിഴ് സൂപ്പർ താരം സൂര്യ വീണ്ടും കാക്കി അണിയാനൊരുങ്ങുന്നു. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം സൂര്യയുടെ തന്നെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയായ ഴകരം നിർമ്മിക്കുന്ന ഈ പുതിയ സൂര്യ ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളത്തിലെ ആവേശം സിനിമയുടെ സംവിധായകനായിരുന്ന ജിത്തു മാധവനാണ്. സൂര്യയുടെ 47ാമത് സിനിമയായി വരാനിരിക്കുന്ന ഈ ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ സൂര്യ എത്തുമെന്നാണ് സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന സൂര്യ 47 എന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന നവംബർ മാസം മുതൽ കേരളത്തിലെ തന്നെ കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമായി ആരംഭിക്കും. കാത്തിരിക്കാൻ സൂര്യ 47ന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. മലയാളത്തിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. തുടരും എന്ന സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് വിജയത്തിന് ശേഷം ഫഹദ് ഫാസിലിനെ നായകനാക്കി ടോർപിഡോ എന്നൊരു ചിത്രം സംവിധായകൻ തരുൺമൂർത്തി അനൗൺസ് ചെയ്തതായിരുന്നു. നിലവിൽ ടോർപിഡോയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പൃഥ്വിരാജിനെ നായകനാക്കി പുതിയൊരു സിനിമ കൂടി തരുൺമൂർത്തി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 2021 തരുൺമൂർത്തിയുടെ തന്നെ സംവിധാനത്തിൽ പുറത്തുവന്ന ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി ഓപ്പറേഷൻ കംബോഡിയ എന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ആണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന ഈ ചിത്രത്തിൽ ഓപ്പറേഷൻ ജാവയിലെ താരങ്ങളായ ബാലു വർഗീസ്, ലുക്മാൻ, ബിനു പപ്പു, ഇർഷാദ് അലി, അലക്സാണ്ടർ തുടങ്ങിയവരും താരങ്ങളായിട്ടെത്തും. തരുൺമൂർത്തി തന്നെ തിരക്കഥയൊരുക്കുന്ന ഓപ്പറേഷൻ കംബോഡിയയ്ക്ക് മ്യൂസിക് ഒരുക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. പ്രദീപ് രംഗനാഥനെ നായകനാക്കി കീർത്തീശ്വരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡൂഡ്. നിലവിൽ ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഡൂഡിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അടുത്ത ആഴ്ചയോടുകൂടി പുറത്തുവരും. ഇതിനിടയിൽ സിനിമയുടേതായി പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ പ്രദീപ് രംഗനാഥിന്റെ മുൻ ചിത്രമായ ഡ്രാഗന് തെലുങ്ക് ഓഡിയൻസിൽ നിന്നും ലഭിച്ച സ്വീകാര്യത കണക്കിലെടുത്ത് ഒരേ സമയം തമിഴിലും തെലുങ്കിലുമായിട്ടാവും ഡ്യൂഡി റിലീസിനെത്തുക. പ്രദീപ് രംഗനാഥിനൊപ്പം അമിത ബൈജു, ശരത് കുമാർ, ഹൃദു ഹരുൺ, രോഹിണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഡൂഡ് ഈ വരുന്ന ഒക്ടോബർ 17-ാം തീയതി ദീപാവലി സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തും. മാത്യു തോമസിനെ നായകനാക്കി പ്രശസ്ത എഡിറ്റർ നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത നെല്ലിക്കാൻ പൊയ്കയിൽ നൈറ്റ് റൈഡേഴ്സിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു മിസ്റ്ററി ഫാന്റസി ത്രില്ലർ പശ്ചാത്തലത്തൊരുങ്ങുന്ന ഈ ചിത്രം വരുന്ന ഒക്ടോബർ 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ഷറഫുദ്ദീൻ, അരുമമ പരമേശ്വരൻ, വിനയ് ഫോർട്ട് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം കോമഡി ത്രില്ലർ മൂവിയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. നിലവിൽ ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ഓൺലൈൻ പ്രൊമോഷൻ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 10-ാം തീയതി പെറ്റ് ഡിറ്റക്റ്റീവ് ലോകമെമ്പാടും റിലീസിനെത്തും. നവാഗതനായ പ്രതീഷ് വിജയൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് നിർമ്മിച്ചിരിക്കുന്നത് ഷറഫുദ്ദീൻ തന്നെയാണ്. തമിഴ് സൂപ്പർ താരം വിശാലിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിശാലെ, എസ് ജെ സൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന ഈ ചിത്രത്തിന് മകുടം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 90s നടക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന മകുടം സംവിധാനം ചെയ്യുന്നത് രവിയരസും നിർമ്മാണം സൂപ്പർ ഗുഡ് ഫിലിംസിന് വേണ്ടി RB ചൌധരിയുമാണ്. മകുടത്തിന് മ്യൂസിക് ഒരുക്കുന്നത് GV പ്രകാശും. തെലുങ്കിൽ നിന്നും നന്ദമൂരി ബാലകൃഷ്ണ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബാലകൃഷ്ണയുടെ 111ാമത് സിനിമയായി വരാനിരിക്കുന്ന ഈ ചിത്രത്തിന് NBK 111 എന്നാണ് വർക്കിംഗ് ടൈറ്റിലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാലകൃഷ്ണയ്ക്കൊപ്പം തന്നെ വീരസിംഹ റെഡ്ഡി എന്ന ചിത്രം സംവിധാനം ചെയ്ത ഗോപിചന്ദ് മൽനേനിയാണ് NBK 111 സംവിധാനം ചെയ്യുക. ഈ വരുന്ന ഒക്ടോബർ 21-ാം തീയതി പൂജാ ചടങ്ങോടുകൂടി NBK 111ന്റെ ചിത്രീകരണം ആരംഭിക്കും. ധനുഷ് നായകനായും സംവിധായകനുമായി എത്തി റീസെന്റായി തിയേറ്റർ റിലീസ് ചെയ്ത ഇഡ്ലി കട എന്ന സിനിമയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് മൂവി ടീം ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യ ദിനം തമിഴ്നാട്ടിൽ നിന്നും 10,70,00,000 രൂപയും, കേരളത്തിൽ നിന്നും 25 ലക്ഷം രൂപയും, കർണാടകത്തിൽ നിന്നും 1,20,00,000 രൂപയും, ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 65 ലക്ഷം രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 15 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്നും 1,85,00,000 രൂപയും സ്വന്തമാക്കിയ ഇഡ്ലി കടയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ 14,75,00,000 രൂപയോളമാണ്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ പാട്രിയേറ്റ്. നിലവിൽ ഹൈദരാബാദിൽ ചിത്രീകരണം നടന്നു വരുന്ന പാട്രിയേറ്റിന്റെ ഇന്നത്തെ ഷൂട്ടിൽ മമ്മൂക്ക, കുഞ്ചാക്കോ ബോബൻ, ദർശന രാജേന്ദ്രൻ, നയൻതാര എന്നിവർ പങ്കെടുത്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയി മമ്മൂക്കയുടെ പോർഷൻസ് തന്നെയാവും ചിത്രീകരിക്കുകയെന്നും പറയപ്പെടുന്നു. നിലവിൽ ഈ ഒക്ടോബർ മാസവും നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയത്ത് പാട്രിയേറ്റിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. ഇതിനിടയിൽ നവംബർ മാസത്തിൽ ചിത്രത്തിൽ നിന്നും ബ്രേക്ക് എടുക്കുന്ന മമ്മൂക്ക കളങ്കാവൽ എന്ന തന്റെ അടുത്ത റിലീസ് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ ജോയിൻ ചെയ്യും. 2026 ഏപ്രിൽ മാസത്തിൽ വിഷു റിലീസായി പാട്രിയേറ്റ് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഗോളം എന്ന സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് സജീവിനെ നായകനാക്കി സംജാദ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ വാമ്പയർ ഫാന്റസി ആക്ഷൻ സിനിമയാണ് ഹാഫ്. നിലവിൽ ചിത്രത്തിന്റെ ഇന്ത്യയിലെ ചിത്രീകരണം എല്ലാം തന്നെ മൂവി ടീം പൂർത്തിയാക്കിയിട്ടുണ്ട്. വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഹാഫ് എന്ന ചിത്രത്തിന് ഇനി പാരീസ്, റഷ്യ എന്നിവിടങ്ങളിലാവും ചിത്രീകരണം ഉണ്ടാവുക. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിലൂടെ ഫേമസ് ആയ ഐശ്വര്യ രാജാണ് ഹാഫ് എന്ന ഈ ചിത്രത്തിൽ നായികവേഷത്തിലെത്തുക. ഹോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ മാർവൽ ചിത്രമാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. MCUവിലെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ചെത്തുന്ന ഡൂംസ്ഡേയിൽ ടോബി മഗ്യൂറിന്റെ സ്പൈഡർമാന്റെയും അപ്പിയറൻസ് ഉണ്ടാവുമെന്നൊരു ന്യൂസ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ഇതിനെ ന്യൂസ് എന്നതിലുപരി ഇതൊരു റൂമർ ആവാനാണ് സാധ്യത. 2026 ഡിസംബർ 18-നാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ റിലീസിനെത്തുക. നിവിൻ പോളിയെ നായകനാക്കി PR അരുൺ സംവിധാനം ചെയ്ത ഹോട്ട്സ്റ്റാറിന്റെ ഒറിജിനൽ വെബ് സീരീസ് ആയ
ഫാർമയുടെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു മെഡിക്കൽ ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഫാർമ ഈ വരുന്ന ഒക്ടോബർ 23 ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി ദുൽഖർ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക എന്ന ചിത്രത്തിന് 37 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 36 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 117 കോടി രൂപയോളം സ്വന്തമാക്കിയ ലോകയ്ക്ക് ഇന്ന് 70 ലക്ഷം രൂപയോളമാണ് 37ാം ദിനം കേരളത്തിൽ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചത്. അങ്ങനെ ആകെ 37 ദിവസങ്ങൾ കൊണ്ട് 117 കോടി 70 ലക്ഷം രൂപയിലേക്ക് ലോകയുടെ കേരള കളക്ഷൻ എത്തപ്പെട്ടു കഴിഞ്ഞു. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 37 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 296 കോടി രൂപയോളം ലോക വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വീക്കെൻഡോടുകൂടി 300 കോടി എന്ന ചരിത്ര നേട്ടത്തിലേക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എത്തുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഷെയ്ൻ നിഗം നായകനായി തമിഴിലും മലയാളത്തിലും റിലീസിനെത്തിയ ബൾട്ടി എന്ന ബയോലിംഗിൽ ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്നേക്ക് 8 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ 8 ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം ബൾട്ടി 8 ദിവസങ്ങൾ കൊണ്ട് 7 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 13 കോടി രൂപയോളമാണ്. 20 കോടി രൂപയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബൾട്ടി തിയേറ്റർ വിജയമായി മാറണമെങ്കിൽ ഇനിയും വലിയൊരു ലോങ് റണ്ണും കളക്ഷനും ഒക്കെ വരേണ്ടതുണ്ട്. ഇനി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ കന്നഡ പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമ കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ ആദ്യ ദിന ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ട്രാക്കിംഗ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിന്നും കാന്താര ചാപ്റ്റർ 1 ആദ്യ ദിനം 6 കോടി 60 ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ ഹോംബാലെ ഫിലിംസ് പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഇന്നലെ ട്രാക്കിംഗ് കളക്ഷനിൽ പറഞ്ഞിരുന്നതുപോലെ 125 കോടിയൊന്നും എത്തിയിട്ടില്ലെങ്കിൽ കൂടി ഒരു 90-100 കോടി റേഞ്ചിൽ കാന്താരയുടെ ആദ്യ ദിന കളക്ഷൻ എത്താനാണ് സാധ്യത. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ബബ്ബബ്ബ. ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, സാണ്ടി മാസ്റ്റർ, ബൈജു, പിന്നെ ഒരു കാമിയോ റോളിൽ മലയാളത്തിന്റെ സൂപ്പർ താരം ലാലേട്ടനും ഭാഗമാകുന്ന ബബ്ബബ്ബയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടൻ തന്നെ പുറത്തു വരുമെന്നൊരു ന്യൂസും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ലാലേട്ടനും ദിലീപും ഒത്തുള്ള ഒരു ഗാനം ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിളായി റിലീസ് ചെയ്യാനാണ് സാധ്യത. അതും ഈ വരുന്ന ഒക്ടോബർ 19 അല്ലെങ്കിൽ 20 പുറത്തു വരും.